രാം നാരായണ രാം. ഈ പരിപാടിയുടെ മുഖാന്തരം നാം നിരവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ ലോകം മുഴുവനുമുള്ള ഓരോ വസ്തുതയും ആകാശത്തിന്റെ അനുഗ്രഹമാണ് എന്ന്. അതിനാൽ എന്തുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്? ഇന്നലെ നാം ഈ ചോദ്യത്തിന് ഉത്തരമറിയും മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജിയുടെ ദൃഷ്ടികോണത്തിൽ നിന്ന്. നിങ്ങൾ ഒരിക്കലും ആകാശത്തേക്ക് നോക്കി ഇതെന്ത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വസ്തുവും ആകാശത്തിന്റെ അനുഗ്രഹം എന്ന് നാം അറിയുമ്പോഴും ആകാശം നമ്മെ എന്ത് നൽകുന്നുവെന്ന് നാം എങ്ങനെ തിരിച്ചറിഞ്ഞേക്കാം? കാരണം ആകാശം മുതൽ ഊർജ്ജം ലഭിച്ച് പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടു. പ്രകൃതി മുതൽ നാം എല്ലാവരും ഉണ്ടായി ബന്ധപ്പെട്ടു. നിങ്ങൾ സ്വയം ചിന്തിക്കുക, പ്രകൃതിയില്ലാതെ നാം ഒരു ശ്വാസം പോലും എടുക്കാൻ കഴിയുമോ? പ്രകൃതിയില്ലാതെ നമ്മൾ ജീവിക്കാമോ? ആകാശത്തിൽ എല്ലാ നക്ഷത്രങ്ങളും താരങ്ങളും ഉണ്ടായി. സൂര്യന്റെ കൂടെ നിരവധി തവണ വലിയ വലിയ നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്. സൃഷ്ടി ആരംഭിച്ചപ്പോൾ അത് അണുക്കളെപ്പോലെയായിരുന്നു. എന്നാൽ ഏകദേശം എളുപ്പത്തിൽ സൃഷ്ടി വികസിപ്പിച്ചു. ആ സൃഷ്ടി വ്യാപകമായിരിക്കുന്നു. വൃദ്ധനമായ ഒരു വാടിന്റെ വൃക്ഷം എത്ര വലിയതായിരിക്കും, എന്നാൽ അതിന്റെ വിത്ത് വളരെ ചെറുതായിരിക്കും. ഈ ചെറിയ വിത്ത് നടുക്കുമ്പോൾ അതിനെ ഇനിയും വളർന്നുകൊണ്ടുപോകുന്നു. ഒരു ദിവസം വടവൃക്ഷം എന്നുള്ളത് വിശാലമായ വൃക്ഷമായി മാറും. ഇതുപോലെ ആകാശത്തിലുള്ള എല്ലാത്തിനും നക്ഷത്രങ്ങളും ആരംഭം മുതൽ ചെറുതായിരുന്നില്ല. ശാസ്ത്രജ്ഞർ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരെ കാണാനാകും. പ്രകൃതിയുടെ ഒരു നിശ്ചിത നിയമമുണ്ട്. അതൊരു സിസ്റ്റം, ഒരു ക്രമാനുസൃത രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ അത് ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുന്നു. ആകാശത്തുള്ള എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തമ്മിൽ ഒരേ സുതാര്യമായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർക്കിടയിൽ യാതൊരു ഘർഷണവും ഉണ്ടായിട്ടില്ല. കാരണം അവർ എല്ലാം ഒരു നിയമം പ്രകാരം പ്രവർത്തിക്കുന്നു. ആകാശത്ത് ഒരിക്കലും ഒരാളും മറ്റൊരാളിൽ വ്യത്യാസം കാണുന്നില്ല. ദ്വേഷത്തിന്റെ ഒരു ഭാവനയുമില്ല. എന്നാൽ ഭൂമിയിൽ എന്തുകൊണ്ട് നമ്മളെല്ലാം തമ്മിൽ ദ്വേഷവും ദ്വന്ദ്വവും നിലനിൽക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ ഇവിടെ ഒരുവൻ മറ്റൊരാൾക്കൊപ്പം വ്യത്യാസം ചെയ്യുന്നുവോ ഒരിക്കൽ മതം മറ്റിക്കാര്യങ്ങളൊപ്പം നിലനിൽക്കുന്നു? ആകാശം, അന്തരീക്ഷം, പ്രകൃതി നമുക്കു എല്ലാം നൽകി. അത് പരമോഹം, അതിനേക്കാൾ വലിയ ഒന്നുമില്ല. ആകാശം ഒരിക്കലും ഞാൻ എല്ലാ കാര്യങ്ങൾ എനിക്ക് മുൻപ് എല്ലാം ചെറുതായിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടുമോ? അല്ലേ? എങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഈ പരിഭവം സൃഷ്ടിച്ചിരിക്കുക? മനുഷ്യൻ എന്തുകൊണ്ട് പറയുന്നത് ഞാൻ എല്ലാം തന്നെ എന്നും? ഇക്കാര്യങ്ങൾ മനുഷ്യന്റെ സ്വഭാവം ഇന്ന് മാറ്റേണ്ടതാണ്. ഭൂമിയിൽ ഒരുപോലെ എല്ലാവരും ജീവിക്കാൻ, ഒരു പരസ്പരമില്ലാത്തവരുമായിരിക്കാതെ അവ്യക്തമായ വികാരം ഉണ്ടാക്കേണ്ടതാണ്. സാധാരണയായി മനുഷ്യൻ മറ്റൊരാളുടെ സഹായം ചെയ്താൽ ഉടൻ ഞാൻ എത്ര സഹായം ചെയ്തുവെന്ന് പറഞ്ഞു തുടങ്ങും. ഏതെങ്കിലും വസ്തു നൽകുന്നുവെങ്കിൽ അത് തിരിച്ചും ആവശ്യപ്പെടും. എന്നാൽ ഇതിലൂടെ മനുഷ്യൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല എങ്ങനെ ആന്റെ ഒറ്റത്തിലും തന്റെ ജീവിതം